മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 12ാം ദിവസം ഫലം കണ്ടില്ല. പുഴയിലെ ശക്തമായ അടിയൊഴുക്കും പാറക്കെട്ടും മരങ്ങളുമാണ് ദൌത്യത്തിന് വെല്ലുവിളിയാകുന്നത്. അതിശക്തമായ ഒഴുക്കിലും 9 തവണയാണ് ഈശ്വർ മാൽപേ ഡൈവ് ചെയ്തത്. നാളെ വീണ്ടും തിരച്ചിൽ നടത്തുമെന്ന് സതീഷ് കൃഷ്ണസേയിൽ MLA പറഞ്ഞു. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചാകും നാളത്തെ തിരച്ചിൽ. നാവികസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഷിരൂരിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, 9 തവണ ഈ മുങ്ങൽ വിദഗ്ധൻ മുങ്ങുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്നും അർജുനെ കണ്ടെത്താനായില്ല. 12ാമത്തെ ദിവസവും ഇങ്ങനെ അവസാനിക്കുകയാണ്. റോഷ്നി, അതാണ് അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലിന്റെ 12ാമത്തെ ദിവസവും അസ്തമിച്ചിരിക്കുന്നു. പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഇന്നത്തെ തിരച്ചിലിനെ എല്ലാവരും നോക്കിക്കണ്ടത്. കാരണം ഈശ്വർ മാൽപേ എന്ന മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള സാധാരണ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ എത്തുന്നു. അതൊരു ഈശ്വരാവതാരമായി തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്നത്. പക്ഷേ ആ ദിവസവും 12ാമത്തെ ദിവസവും തിരച്ചിലിന്റെ ആ 12ാമത്തെ ദിവസവും അസ്തമിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നില്ല. നാളെയും തുടരുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 9 തവണ ഈ കൃത്യമായ രീതിയിൽ സ്പോട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, അതിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് കഴിഞ്ഞ ദിവസം സ്പോട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ള 4ാമത്തെ സ്പോട്ടായ ഈ നദിക്ക് കുറുകെയുള്ള മൺതിട്ടയോട് ചേർന്നിട്ടുള്ള ഭാഗത്തായിരുന്നു. ആ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള അടിയൊഴുക്ക്, അതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള ചില വെല്ലുവിളികൾ, പ്രതിസന്ധികളെല്ലാം തന്നെ ഈ സംഘവും അഭിമുഖീകരിച്ചു എന്നതാണ് ഇന്നത്തെ ദൗത്യം അവസാനിക്കുമ്പോഴും വ്യക്തമാവുന്നത്. കൃത്യമായ തോതിൽ ഈശ്വർ മാൽപേ 3ാമത്തെ തവണ ഡൈവ് ചെയ്ത സമയത്ത് ഈശ്വർ മാൽപേയുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന സ്ഥിതിയിൽ ഇതിന്റെ കയറ് പൊട്ടി മാൽപേ അതിവേഗത്തിൽ, അതായത് ഏകദേശം ഒരു 2 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഏകദേശം 100 മീറ്ററിലധികം ദൂരത്തേക്ക് നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതായത് അത്രമാത്രമാണ് അടിയൊഴുക്ക് എന്നതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ NDRFന്റെയും നേവിയുടെയും സംഘം ഈ ഡങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മാൽപേയെ വീണ്ടും തിരികെ എത്തിക്കുന്നു. പക്ഷേ ആ ഘട്ടത്തിലും തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നില്ല. വീണ്ടും ഈ 3ാമത്തെ തവണ ദൗത്യത്തിൽ ഒരു അപകട സൂചന ഉണ്ടായെങ്കിൽ കൂടി പക്ഷെ ദൗത്യം തുടർന്നു. 9 തവണയാണ് ഡൈവ് ചെയ്തത്. 9 തവണ ഡൈവ് ചെയ്തപ്പോഴും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിന്നത് ഈ മൺകൂനക്കരികിൽ ശക്തമായ സിഗ്നൽ കിട്ടിയ പ്രദേശത്ത് വലിയ ഒരു മരമുണ്ട്. അതിന് പുറകെ മൺകൂന പാറക്കഷ്ണങ്ങളെല്ലാം തന്നെ ഉണ്ട്. കൃത്യമായ തോതിൽ അർജുൻ സഞ്ചരിച്ച ഈ ട്രക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി വലിയ വെല്ലുവിളിയാണ് ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ള ഈ ദൗത്യ സംഘം അഭിമുഖീകരിച്ചത്. പക്ഷേ അടിയൊഴുക്കൊന്നും തന്നെ കാര്യമാക്കാതെ അദ്ദേഹം അതിനുവേണ്ടി തയ്യാറായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. എന്തായാലും നാളെ ദൗത്യം തുടരുമെന്നുള്ള കാര്യം ഉത്തര കന്നഡ SP ഉൾപ്പെടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സതീഷ് സെയിൽ MLA ഉൾപ്പെടെയുള്ള ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ഭാഗമായി ഇന്നലെ ഷിരൂർ മേഖലയിൽ ഉണ്ടായിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട 4 സ്പോട്ടുകളാണ്. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ്. പ്രത്യേകിച്ച് ആ 3ാം സ്പോട്ട് എന്ന് പറയുന്നത് അത് കേന്ദ്രീകരിച്ചാകും നാളെയും തിരച്ചിൽ. കല്ലും പാറയും ഉൾപ്പെടെ തിരച്ചിലിന് ദുഷ്കരമാകുന്നുണ്ടെന്നാണ് നേരത്തെ SP ഉൾപ്പെടെ നൽകിയ പ്രതികരണം.